ടർബോയുടെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് കളക്ഷൻ പുറത്തു വന്നിരിക്കുകയാണ്. മമ്മൂട്ടിയെ നായകനാക്കി വൈശാഖ് സംവിധാനം ചെയ്ത് ഇക്കഴിഞ്ഞ മെയ് 23-ാം തീയതി തിയേറ്ററുകളിലേക്ക് എത്തി മെഗാ പോസിറ്റീവ് ലഭ്യമായ ഏറ്റവും പുതിയ മെഗാസ്റ്റാർ സിനിമ കൂടിയാണല്ലോ ടർബോ. ഇപ്പോഴത്തെ സിനിമയുടെ കൃത്യം 2 ദിവസത്തെ കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ വന്നിരിക്കുകയാണ്. അത് പ്രകാരം നേരത്തെ ആദ്യ ദിവസം തന്നെ 6,15,00,000 കേരളത്തിൽ ഗ്രോസ് കളക്ഷൻ നേടിയെടുത്ത സിനിമയുടെ 2ാം ദിവസത്തെ കളക്ഷൻ പ്രതീക്ഷിച്ചതുപോലെ 3 കോടി രൂപയ്ക്ക് മുകളിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ്. 3,70,00,000 ഇന്നലെ വെള്ളിയാഴ്ച ദിവസം സിനിമയുടെ 2ാം ദിവസം കേരളത്തിലെ തിയേറ്ററുകളിൽ നിന്ന് മാത്രം സിനിമ ഗ്രോസ് കളക്ഷനായിട്ട് നേടിയെടുത്തിരിക്കുന്നത്. അങ്ങനെ ടർബോയുടെ 2 ദിവസത്തെ ആകെ കേരള കളക്ഷൻ 9,85,00,000 എത്തപ്പെട്ടിരിക്കുകയാണ്. സിനിമയുടെ 2ാം ദിവസത്തെ കളക്ഷനായിട്ട് നാം പ്രതീക്ഷ ലെവലിലേക്ക്, അതായത് 9-10 കോടി റേഞ്ചിൽ 2 ദിവസത്തെ കളക്ഷൻ പ്രതീക്ഷിച്ചു. ആ ലെവലിലേക്ക് തന്നെ സിനിമയുടെ കളക്ഷൻ എത്തപ്പെട്ടിരിക്കുകയാണ്. ഇന്ന് ശനിയാഴ്ച സിനിമയുടെ അടുത്ത മറ്റൊരു പ്രധാനപ്പെട്ട ദിവസമാണ്. 3ാം ദിവസമായി ഇന്ന് ശനിയാഴ്ച കേരളത്തിൽ നല്ലൊരു കളക്ഷൻ തന്നെയാണ് ടർബോയിൽ നിന്നും നാം പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ ടർബോയുടെ കൃത്യമായ 2 ദിവസത്തെ കേരള കളക്ഷൻ നമുക്ക് ലഭ്യമായിരിക്കുകയാണ്. പക്ഷെ അപ്പോഴും വേൾഡ് വൈഡ് കളക്ഷനാണ് ഇനിയും ലഭ്യമാകാത്തത്. അത് 2ാം ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ മാത്രമല്ല, ആദ്യ ദിവസത്തെ വേൾഡ് വൈഡ് കൃത്യമായ ഫിഗേഴ്സ് ഇനിയും പുറത്തു വന്നിട്ടില്ല. ഒഫീഷ്യൽ കളക്ഷൻ പ്രകാരം 17,30,00,000 മമ്മൂട്ടി കമ്പനി പോസ്റ്റർ ഇട്ടിട്ടുണ്ടെങ്കിൽ പോലും അതിനിയും ശരിയാണോ തെറ്റാണോ എന്ന് ട്രാക്കേഴ്സ് പോലും കൺഫേം ചെയ്യുന്നില്ല. ചിലരെല്ലാം തന്നെ ഇതിനോടകം തന്നെ ട്രോളിക്കൊണ്ടിട്ടിരിക്കുന്നത്, ട്രാക്കേഴ്സ് തന്നെ ഇട്ടിരിക്കുന്നത് എന്നെ ജീവിക്കാൻ അനുവദിക്കണമെന്ന് അർച്ചന അശോകൻ പ്രമേയുഗത്തിൽ പറയുന്നത് പോലെ തന്നെ ഞങ്ങളെ ജീവിക്കാൻ അനുവദിക്കുമെന്നാണ് ട്രാക്കേഴ്സ് പറയുന്നത്. അപ്പോൾ അതിൽ നിന്ന് തന്നെ ഏറെക്കുറെ കാര്യങ്ങൾ വ്യക്തമാണ്. ട്രാക്കേഴ്സിനിടയിൽ പോലും മമ്മൂട്ടി കമ്പനിക്ക് അതല്ലെങ്കിൽ മമ്മൂട്ടിയുടെ PR ടീംസിന് അത്രത്തോളം സ്വാധീനമുണ്ട് എന്ന്. എന്തായാലും കൃത്യമായ വേൾഡ് വൈഡ് കളക്ഷൻ മറ്റ് പല സിനിമകളുടേത് പോലെ ടർബോയുടെ കളക്ഷനായിട്ട് ടർബോയുടെ കാര്യത്തിൽ വരുമോ എന്ന് നാം സംശയിക്കുന്നു. കാരണം ഇത്രയധികം ഒരു സിനിമയുടെ കളക്ഷൻ വൈകുന്നത് ഇതാദ്യമായിട്ടാണ് നാം കാണുന്നത്. എന്തായാലും ടർബോ എന്ന സിനിമയിലൂടെ മമ്മൂട്ടി കമ്പനി ഒപ്പം തന്നെ മമ്മൂക്ക എല്ലാം തന്നെ എക്സ്പോസ് ആയിരിക്കുന്നു എന്നത് പ്രേക്ഷകർക്ക് കണ്ടു തന്നെ മനസ്സിലാക്കാവുന്നതാണ്. ഉദാഹരണങ്ങളെല്ലാം തന്നെ നിങ്ങൾ തന്നെ കഴിഞ്ഞ 24 മണിക്കൂറിനിടയിൽ മമ്മൂട്ടി കമ്പനിയുടെ ഭാഗത്ത് നിന്ന് കണ്ടിരിക്കുമല്ലോ. എന്തായാലും ടർബോ എന്ന സിനിമയുടെ യഥാർത്ഥ കളക്ഷൻ ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾ കേട്ട് കാത്തിരിക്കൂ.